ഹലോ ഗൈസ്, ഈ വീഴുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഹെയിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ആലിപ്പഴം. ശരിക്കും ഈ വിൻ്ററൊക്കെ മാറി സ്പ്രിങ് തുടങ്ങിയ വെതറിന് എന്തോ ഒരു പ്രാന്തായി തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് മീൻകറിയൊക്കെ വെച്ച് നല്ലൊരു ചോറുണ്ടല്ലോ. കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ മുളകിട്ട മീൻകറിയോട് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഈ യു കെയിൽ വന്നേരെ നാട്ടിലെനിക്ക് എന്തൊക്കെ ഫുഡ് ഇഷ്ടമല്ലാതിരുന്നോ അതിനോടൊക്കെ ഒരു ഭയങ്കര ആക്രാന്താണ്. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമൊക്കെ തുറക്കാനേ പേടിയാണ്. കാരണം പലവിധ നാടൻ ഫുഡുകളുടെ വീഡിയോ അത് കണ്ടാൽ അപ്പം ഭ്രാന്ത് പിടിക്കും. ഞാനങ്ങനെ പൊതുവേ ചോറുണ്ണുന്ന ആളല്ല. സാധാരണ മലയാളികൾക്ക് ചോറില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയാറ്. പക്ഷേ എന്തോ ഞാൻ അത്ര ചോറ് അഡിക്റ്റ് അല്ല. പക്ഷേ ഒരു കാര്യം, ഒത്തിരി കാലം ചോറ് കഴിക്കാതിരുന്നാൽ പെട്ടെന്നൊരു ക്രാവിങ്സ് വരും. ഒത്തിരി സാധനങ്ങൾ കൂട്ടിയിട്ട് അല്ലെ ഒത്തിരി കൂട്ടുകറികളൊക്കെ കൂട്ടിയിട്ടൊരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നാട്ടിലാവുന്ന സമയത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് സദ്യ കഴിക്കുമായിരുന്നു ക്രാവിങ്സ് വരുന്ന സമയത്ത്. പക്ഷേ ഇവിടെ അതൊന്നും പോസിബിൾ അല്ല. നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഈ വീഡിയോസിന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി ഇപ്പം എനിക്ക് കുക്കിങ്ങിനോടൊരു ക്രേസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി. അപ്പോൾ ചോറും ഉപ്പേരിയും, ഞങ്ങളെ നാട്ടിൽ ഉപ്പേരി എന്നാണ് പറയുക, തോരൻ പറയുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ ഈ മുരിങ്ങാക്കായ അത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അല്ലെങ്കിലും പരിപ്പ് കറിയോട് ഞങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. പിന്നെ ഈ കട്ടത്തൈര്, അതും മുളകിട്ട മീൻകറിയും ഒരു ഒന്നൊന്നര കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ പരിപ്പ് കറിയും കൂടി ഉണ്ടെങ്കിൽ ഊണ് കുശാലായി. ഞങ്ങൾ ഈ PCOD ഉള്ള ആൾക്കാർക്ക് ചോറ് കഴിക്കുന്നത് ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. ശരിക്കും എന്നും ചോറ് കഴിക്കാൻ പറ്റാറില്ല. പിന്നെ വല്ലപ്പോഴും കഴിക്കുമ്പം അതങ്ങടെ ആഘോഷമാക്കും. ചിക്കൻ പൊരിച്ചത് ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമാണ് ഒരു കുറവായിട്ട് തോന്നിയത്. പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് വെച്ചിട്ട് ആ കുറവങ്ങ് നികത്തി. ഈ ഓരോന്ന് മാത്രം കൂട്ടി കഴിക്കുന്നതിനും എനിക്ക് താല്പര്യം ഉള്ള എല്ലാ വിഭവങ്ങളും ഇത്തിരി ആയിട്ട് എടുത്തിട്ട് എല്ലാം കൂടി കുഴച്ച് ഒരു ഉരുള. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നാട് മിസ് ചെയ്യുന്നത്. നമ്മളെ നാടും നമ്മുടെ ഫുഡും എല്ലാം.